നമ്മുടെ ഭാരത സംസ്കാരത്തിൽ നമ്മുടെ വീടുകളിൽ പഴയ കാലം മുതൽ തന്നെ വിളക്ക് കൊളുത്തുന്ന, വൈകുന്നേരമായാൽ വിളക്ക് കൊളുത്തുന്ന ഒരു പാരമ്പര്യമുണ്ട്. എല്ലാ വീടുകളിലും ഇന്ന് ആ വിളക്ക് കൊളുത്താറുണ്ട്. അതിൽ നമ്മുടെ ഭാരത ഋഷിമുനികൾ, യോഗീശ്വരന്മാർ, അല്ലെങ്കിൽ സിദ്ധന്മാർ, മാമുനികൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇതുപോലെയുള്ള പാരമ്പര്യമായിട്ടുള്ള ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങളെ ഞങ്ങൾ ഈ ചാനലിലൂടെ എല്ലാവരിലും എത്തിക്കാനാണ് ശ്രമിക്കാൻ പോകുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. അതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിളക്ക് കൊളുത്തുമ്പോൾ ആദ്യം നമ്മൾ എണ്ണ ഒഴിക്കുന്നു. എന്താണ് എണ്ണ? എണ്ണ ആ എണ്ണയിൽ നിന്ന് തമിഴ് വേടായിരുന്നു. തമിഴ് സിദ്ധന്മാരാണ് ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. എണ്ണ എന്നുള്ളൊരു വേട് ഇവിടെ മാറ്റി വെക്കുകയാണ് ഞാൻ. അടുത്ത് തിരിയിടുകയാണ്. തിരിയിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് തിരി എന്ന വാക്കും ഞാൻ മാറ്റി വെക്കുകയാണ്. അപ്പോൾ രണ്ട് വാക്കുകൾ കിട്ടി. എണ്ണ തിരി. അടുത്തതായി തീ ആണ് കത്തിക്കാൻ പോകുന്നത്. തീ കത്തിക്കുകയാണ്. അപ്പോൾ എണ്ണ തിരി തീ, ഈ മൂന്ന് വാക്കുകൾ മാത്രം ഞാൻ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആ എണ്ണ തിരി തീ, എണ്ണ തിരി തീ, എണ്ണ തിരുത്തി എന്ന് കിട്ടും. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്നെ തിരുത്തിയാൽ എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയും, എന്നെ മാറ്റാൻ കഴിയും, എൻ്റെ തെറ്റുകുറ്റികളും മാറ്റാൻ കഴിയും. എന്നെ മാത്രമേ എനിക്ക് മാറ്റാൻ കഴിയുള്ളൂ. മറ്റാരെയും ഈ ലോകത്ത് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ തിരുത്തിയാൽ മതി എന്നാണ് സിദ്ധന്മാർ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഈ രഹസ്യത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതമോ മറ്റുള്ളവരെയോ തിരുത്താൻ ശ്രമിക്കേണ്ട. അത് നടക്കുന്ന കാര്യമല്ല. ആകെ നമുക്ക് നടക്കുന്ന കാര്യം എന്നെ തിരുത്താൻ മാത്രമാണ്. എന്നെ തിരുത്തിക്കോ, വേറെ ഒന്നും തിരുത്താൻ പോണ്ട എന്നാണ് സിദ്ധர்கள் പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമന്റ് ചെയ്യുക. എല്ലാവരും കമന്റ് ചെയ്യണം. നന്ദി, നമസ്കാരം.